വളാഞ്ചേരി പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ ആഭിമുഖ്യത്തിൽ വളാഞ്ചേരിയിൽ പാലിയേറ്റീവ് കെയർ ദിനാചരണത്തോടനുബന്ധിച്ച് നടത്തിയ ഫണ്ട് ശേഖരണത്തിൽ പങ്കാളികളായി നാട്ടുകാർ. വളാഞ്ചേരി പാലിയേറ്റീവിന് കീഴിൽ സജീവമായ പ്രവർത്തനമാണ് മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ നിന്നും നിരവധി സഹായ സഹകരണങ്ങളാണ് ഇതിനു പുറമെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പാലിയേറ്റീവ് കെയർ ദിനാചരണത്തിന്റെ ഭാഗമായി വളണ്ടിയർമാർ ഫണ്ട് ശേഖരണത്തിൽ സജീവമാവുകയായിരുന്നു. വിദ്യാർത്ഥികളും പാലിയേറ്റീവ് വളണ്ടിയർമാരുടെയും നേതൃത്വത്തിൽ കടകൾ തോറും കയറിയിറങ്ങിയും നാട്ടുകാരിൽ നിന്നും സജീവമായ പ്രവർത്തനത്തിലൂടെയാണ് ഫണ്ട് ശേഖരിച്ചത്. നിരവധി രോഗികൾക്ക് ആശ്വാസമാകുന്ന പാലിയേറ്റീവിലേക്ക് നാട്ടുകാർക്ക് പുറമെ പല കൂട്ടായ്മകളും സഹായത്തുക കൈമാറി. വളാഞ്ചേരി കൂട്ടായ്മയുടെ നേതൃത്വത്തിലൊരുങ്ങിയ മൂല്യങ്ങളുടെ സ്വരലയത്തിൽ നിന്നും ലഭിച്ച തുക പാലിയേറ്റീവിന് ചടങ്ങിൽ കൈമാറി. അഡ്മിൻമാരായ ഡോക്ടർ മുജീർ റഹ്മാൻ, സലാം വളാഞ്ചേരി എന്നിവർ ചേർന്നാണ് 1 ലക്ഷം രൂപ കൈമാറിയത്. രാവിലെ എംപയർ കോളേജിലെയും വളാഞ്ചേരി മർക്കസിലെയും കുട്ടികൾ ബസ് സ്റ്റാൻഡിലും മറ്റ് സ്ഥലങ്ങളിലുമായി ഫണ്ട് കളക്ഷന് വേണ്ടി ജനങ്ങളെ സമീപിക്കുകയും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. ആ കുട്ടികളെയും സ്ഥാപന മേധാവികളെയും നമ്മൾ ഈ ഘട്ടത്തിൽ അഭിവാദ്യം ചെയ്യാം. 2021 കാലഘട്ടത്തിൽ വളാഞ്ചേരി സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന നിലവിലെ ഫാറൂഖ് CP AM സിദ്ദീഖിന്റെ നേതൃത്വത്തിലുള്ള ജനമൈത്രി പോലീസ് വിവിധ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സ്വരൂപിച്ച തുകയിൽ നിന്നും ബാക്കി വന്ന തുകയും വളാഞ്ചേരി പാലിയേറ്റീവിന് കൈമാറി. അദ്ദേഹം നേരിട്ടെത്തി അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ TP അബ്ദുൽ ഗഫൂറും ചേർന്നാണ് തുക കൈമാറിയത്. മൂല്യങ്ങളുടെ സ്വരലയം ഈ കൂട്ടായ്മയുടെ അംഗങ്ങളിൽ നിന്ന് മാത്രമായിട്ട് സ്വരൂപിച്ചുകൊണ്ട് വലിയ മാതൃകാപരമായിട്ടുള്ളൊരു പ്രവർത്തനം വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ആ പരിപാടിയിൽ മിച്ചമായിട്ട് വന്ന തുകയാണ് ഇന്നിവിടെ വളാഞ്ചേരി പാലിയേറ്റീവിന് വേണ്ടിയിട്ട് ഈ പാലിയേറ്റീവ് ദിനത്തിൽ നിങ്ങൾ നൽകുകയും അത് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുകയാണ്. വളാഞ്ചേരി ഗാന്ധി സ്ക്വയറിൽ വെച്ചാണ് ഫണ്ട് ശേഖരണത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് നടന്നത്. മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് അംലത്തിങ്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ മുജീർ റഹ്മാൻ, ഡോക്ടർ N മുഹമ്മദ് അലി, NC അബ്ദുൽ ജബ്ബാർ, TP അബ്ദുൽ ഗഫൂർ, VPM സാലി, KM അബ്ദുൽ ഗഫൂർ, സൈനുദ്ദീൻ, സൈദാലിക്കുട്ടി ആജി, സൈഫു പാടത്ത, ഹാറൂൺ കരുവാട്ടിൽ, നാസർ എന്നിവർ സംബന്ധിച്ചു. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി. അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, തിമിര ശസ്ത്രക്രിയ, ഗ്ലൂക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.